ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ചേർക്കാം. നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്ന പച്ചമുളകാണിത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അധികം ആക്കണം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറിയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. നമ്മളിപ്പോൾ കട്ട്ലേറ്റിന് ചേർക്കുന്ന എല്ലാ പച്ചക്കറികളും നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടി, ഒരു 3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടിട്ട് വരണ്ട, ചെറിയൊരു പച്ച മണം മാറിയാൽ മാത്രം മതിയാവും. നമ്മുടെ ഈ പച്ചക്കറികളൊന്നും നല്ലതുപോലെ കുഴഞ്ഞിട്ട് പോകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ എല്ലാം ആ ഒരു പച്ച മണം നല്ലതുപോലെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലി പൊടിച്ചത്, ഒരു പിഞ്ച് അളവിൽ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. മസാലയുടെ ആ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഒരു 6ഓളം ചെറിയ ഉരുളക്കിഴങ്ങ്, പേരിൽ ഒരു 6ഓളം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇനി നമുക്കിത് നല്ലതുപോലെ ഉടച്ചിട്ട് സ്മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ മസാല എല്ലാം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൽ നല്ലതുപോലെ പിടിച്ചിട്ട് വരണം. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഏകദേശം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല എല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഫുള്ളും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഫ്രഷ് ബ്രെഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ ശരി, നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഫുള്ളും ഞാനിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കുന്നതിൻ്റെ പേരിലായിരുന്നു ഞാൻ ഇതുവരെ ഉപ്പ് ചേർക്കാതിരുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്തതിൻ്റെ പേരിൽ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരല്പം ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. നമ്മളെപ്പോഴും ആ കട്ട്ലറ്റിൻ്റെ റൗണ്ട് ഷേപ്പിൽ ചെയ്യാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഷേപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ അച്ചൊക്കെ ഉണ്ടല്ലോ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്ത് എടുത്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും നമ്മളെ വീട്ടിൽ കാണുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്ലെയിം എപ്പോഴും ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.